ഐസ്ലൻഡിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്റ്റോം ഹോട്ടൽ കാണാം. ഈ സ്റ്റോം ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വളരെ നല്ലതാണ്. അതിൻ്റെ അടുത്ത് എല്ലാ ഷോപ്സ് എല്ലാം ഉണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാം ഒരു ജസ്റ്റ് സ്റ്റെപ്സ് എവേ ആണ്. എല്ലാം അടുത്തുള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് ഹോട്ടലിൽ നിന്ന് അവിടേക്ക് പോകാനും സാധനങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ശരിക്കും ഒരു നല്ലൊരു ഏരിയയിലാണ് ആ ഹോട്ടൽ. അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ശരിക്കും സ്റ്റോമാണ് അവിടെ. ആ ഏരിയയിലെല്ലാം അടുത്ത് ഹാർബർ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള വിൻഡിയാണ് അവിടെ. അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പയർഡായിട്ട് വേണം. ടോട്ടലി ഐസ്ലൻഡിൽ തന്നെ ഇങ്ങനെ വിൻഡിയാണ്, പിന്നെ ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും അത് വിൻഡിയാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നിലാണ് ബസ് നമ്പർ 12. ഈ ബസ് നമ്പർ 12 അവിടെയാണ് എയർപോർട്ടിൽ നിന്നുള്ള ബസ് വരുന്നത്. എയർപോർട്ട് ഷട്ടിൽ എല്ലാ ടൂർ ബസ്സും ഇവിടെ സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ വേറെ എങ്ങും നമ്മൾ അന്വേഷിച്ച് പോകണ്ട ബസ് സ്റ്റോപ്പിന്. ഹോട്ടലിൻ്റെ ലോബിയിൽ വെയിറ്റ് ചെയ്താൽ മതി, ബസ് വരുമ്പോൾ നമുക്ക് പോയിട്ട് കയറാൻ പറ്റും. ഇപ്പോൾ എയർപോർട്ട് ഷട്ടിലാണെങ്കിലും ഫ്രണ്ടിൽ കൊണ്ട് വിടുന്നത് കൊണ്ട് ഇവിടുത്തെ മഴയത്തൊന്നും നമുക്ക് നനയാതെ തന്നെ എളുപ്പം ഹോട്ടലിലേക്ക് കയറിപ്പോകാൻ പറ്റും. അങ്ങനെ ആ ഒരു ലൊക്കേഷൻ അത് ഭയങ്കര നല്ലതാണ്. ഈ ഐസ്ലൻഡിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റോം ഹോട്ടൽ അതിന് വളരെ നല്ലൊരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ലോബി ഏരിയയിലാണ് ഇവിടെ കുറേ ബ്രോഷേഴ്സ്, ടൂർസിനെ പറ്റിയിട്ടുള്ളത്, എന്തൊക്കെ ഐസ്ലൻഡിൽ കാണാനുണ്ട്, മാപ്പുകൾ, ഇതൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോകാം. പിന്നെ ഈ ലോബി ഏരിയയിൽ റിസപ്ഷൻ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പോസ്റ്റ് കാർഡ്സ് ഒക്കെ ഉണ്ട്. കാര്യം ആരെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. പക്ഷേ അതിന് ഒരു പോസ്റ്റ് കാർഡിന് €2 മറ്റോ ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡെസ്ക് ഏരിയ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ്. രാവിലെ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആണെങ്കിലും അവർ കുറച്ചൊരു കോഫിയും കുറച്ച് സ്നാക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. പിന്നെ ഈ ഏരിയയിലാണ് ലോബിയിലെ ബാറ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഈ ഒരു ബാർ ഏരിയയും ഉണ്ട്. അതല്ലാതെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വേറെ ഭക്ഷണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാർ ഏരിയ. ഇത് ആ റിസപ്ഷനും അതിനോട് ചേർന്നിട്ട് തന്നെയാണ്. അവർ കുറച്ച് വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് നമ്മളുടെ ബോട്ടിൽ റീഫിൽ ചെയ്യണമെങ്കിൽ അവർ ചെയ്തു തരും നമുക്ക്. അപ്പം വെള്ളം നേരെ ഒന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ആ ഒരു കോഫിയും കുറച്ച് സ്നാക്സൊക്കെ അവർ വെച്ചേക്കുന്നത്. രാവിലെ പോകുന്നവർക്ക് അത് എടുത്തിട്ട് പോകാം. ഈ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസ് ആണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് അവർക്ക്. അത് രാവിലെ 7 to 10 AM ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ശരിക്കും ഈ ഒരു ഹോട്ടൽ എപ്പോഴും തന്നെ അത് ഫുള്ളി പാക്ഡ് ആണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ വന്നില്ലെങ്കിൽ ചിലപ്പം സ്പേസ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. പക്ഷെ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഐസ്ലാൻഡിക് ഫുഡും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ എലിവേറ്ററാണ് നമ്മൾ റൂംസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൽ സ്പേഷ്യസ് റൂമാണ്, പക്ഷേ സ്റ്റോറേജ് സ്പേസസ് വളരെ ലിമിറ്റഡ് ആണ്. ഇത്രയും കാണുന്ന ഇതേ ഉള്ളൂ. നമുക്ക് വാർഡ്രോബ് എന്ന് പറഞ്ഞൊരു വാർഡ്രോബ് ഏരിയ പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ കുറച്ച് ഹാങ്ങറൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുണ്ട്, സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുണ്ട്, പിന്നെ റെയിൻ ഷവർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. ബെഡൊക്കെ നല്ല കംഫർട്ടബിൾ ബെഡാണ്. പിന്നെ അത്യാവശ്യം ഒരുപാട് സോക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ശരിക്കും അവരുടെ ആ പിക്ചറൊക്കെ കൊടുത്തേക്കുന്ന നല്ല രസമുള്ള പോസ്റ്ററൊക്കെയാണ് വെച്ചേക്കുന്നത്. ഐസ്ലൻഡിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കൊടുക്കുന്ന പോസ്റ്ററും. പിന്നെ നമുക്ക് തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ, അത് നല്ലതായിരുന്നു. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ടുവെക്കാൻ. വ്യൂ വളരെ നല്ലതാണ്. അതിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചർച്ച് വരെ കാണാം. ഐസ്ലൻഡിൽ വരുന്നെങ്കിൽ താമസിക്കാൻ ശരിക്കും നല്ല ഒരു ഹോട്ടൽ തന്നെയാണ് സ്റ്റോം ഹോട്ടൽ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.